പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ക്രൈസ്തവ സഭകൾ, എല്ലാ വിഭാഗം സഭകളും തന്നെ ഉപദേശപരമായും പഠിപ്പിക്കൽപരമായും പല വൈരുദ്ധ്യങ്ങളിലാണ് കിടക്കുന്നത്. പൊതുവെ ഒരു അഭിപ്രായ ഐക്യതയില്ലാതെ ദൈവവചനം അഥവാ ബൈബിൾ പല രീതിയിൽ പഠിപ്പിച്ച് ജനങ്ങൾ കൺഫ്യൂഷനായിരിക്കുകയാണ്. ദൈവാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളെയും ഓരോ പ്രസ്ഥാനങ്ങളുടെ ഉപദേശങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ ചോദിച്ചു, മനുഷ്യനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഉടനെ മണ്ണുകൊണ്ട് എന്ന് പലരും പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല, കാരണം മനുഷ്യനെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയും. മണ്ണിൽ നിന്നാണെങ്കിൽ മണ്ണിൽ 120ഓളം മൂലകങ്ങളുണ്ട്. അങ്ങനെ മണ്ണ് കൊണ്ടാണെങ്കിൽ കല്ല് കല്ലായിരിക്കും, ചെമ്പ് ചെമ്പായിരിക്കും, ഇരുമ്പ് ഇരുമ്പായിരിക്കും. അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചാൽ മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ മാംസം ചിന്നിച്ചെതറുന്ന പറഞ്ഞ കല്ലൊക്കെ മുട്ടിയിട്ട് പൊടി കൊണ്ട് എന്ന് പറയണം. ഇവിടെ പൊടി ഏകദേശം 18 മൂലകങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. അതുകൊണ്ട് പൊടി എന്ന് പറയണം. ഉൽപ്പത്തിയിൽ പൊടി കൊണ്ട് സൃഷ്ടിച്ചു, പൊടി മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് പോകണമെന്ന്. എന്നാൽ ഈ ദൈവത്തിന് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചാൽ കല്ല് കല്ലായി തന്നെ ഇരിക്കുമോ, അതോ അത് മാംസമാക്കി തീർക്കാൻ കഴിവില്ലേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 47-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ. അപ്പോൾ ചിലർ പറയും ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്, ഗ്രീക്കിൽ വ്യത്യാസമുണ്ട്, ഹീബ്രുവിൽ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ. ഇനി മത്തായി സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറയാൻ തുനിയരുത്, കാരണം ഈ കല്ലുകളിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ കല്ലിനെ ഫ്ലെക്സിബിളാക്കാൻ, മാംസമാക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചാൽ അതിൽ കല്ല് കല്ലായി തന്നെ ഇരിക്കും എന്നൊക്കെ തിയോളജിസ്റ്റുകൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിൽ 18 മൂലകങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ബാക്കി മൂലകങ്ങളെ ഒന്നും ദൈവത്തിന് മനുഷ്യ ശരീരമാക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് പലരും പ്രസംഗിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കല്ലുകൊണ്ടും മനുഷ്യനെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ നമ്മൾ ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കരുത് എന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളിൽ നമ്മൾ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വെച്ച് അത് ദൈവത്തിന് അസാധ്യമാണ് എന്ന രീതിയിലൊക്കെ ചിലർ പറയും. അങ്ങനെ പല ഭാഗങ്ങളൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെട്ട് വന്നതിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലരും പ്രസംഗിക്കുമ്പോൾ യൂട്യൂബിലും കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ച് നല്ല വേദഭാഗങ്ങൾ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കും. പക്ഷേ ചത്തയിച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ കേടുവരുത്തും എന്ന് പറഞ്ഞതുപോലെ ചില പദപ്രയോഗങ്ങളൊക്കെ അതിനിടയിൽ കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് ക്രൈസ്തവ ലോകത്തെ ഒന്നിപ്പിക്കുവാൻ ഇന്ന് തർക്കത്തിലും ഒക്കെ ഇരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ദൈവം
ഏകനാണോ ത്രിയേകനാണോ, അതോ ദൈവത്തിൽ 3 ആളുകൾ അടങ്ങിയതാണോ, അതുപോലെ സ്നാനം ഏതു നാമത്തിൽ വേണം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ലളിതമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം സ്നാനം ഏത് നാമത്തിൽ വേണം, ദൈവം ഏകനോ ഏകനോ, അതുപോലെ ഇന്ന് നിരീശ്വരവാദികൾ പറയുന്ന ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ വ്യാഖ്യാനം, അവിടെ സഭകളിലും ദൈവമക്കളുടെ ഇടയിലും തന്നെ വിശ്വാസികളുടെ ഇടയിലും തന്നെ പല കൺഫ്യൂഷനുകളുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുവാൻ ആഗ്രഹിച്ച് ചില വീഡിയോകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത വീഡിയോ ദൈവം ഏകനോ അതോ ത്രിയേകനോ എന്നതിനെ കുറിച്ചായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം.